ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സണ്ണി എം കബിക്കാട്, നമ്മളുടെ MLA, അതുപോലെ തന്നെ തിരുമേനി മാർ കുറിലോസ് തിരുമേനി ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹാദരമുള്ള സഹോദരന്മാരെ, KK കൊച്ചിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ സദസ്സിലും വേദിയിലുമുള്ളത്. നമുക്ക് ഒരാളെ സ്മരിക്കുമ്പോൾ ആ സ്മരിക്കപ്പെടുന്ന ആൾ എന്താണ് സമൂഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ളത്. MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഉള്ളിടത്തോളം കാലം, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിനോട് ചേർന്നുള്ള ലൈബ്രറി ഉള്ളിടത്തോളം കാലം KK കൊച്ചിൻ്റെ സ്മാരക മന്ദിരമായി അത് നിലകൊള്ളും എന്നുള്ളത് ഈ സമൂഹം അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവിൻ്റെ പ്രത്യക്ഷ സൂചനയാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും കാണാം, അത് നടപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയെ സ്മരിക്കാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്ത സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഇടപെടലുകളുമാണ്. ഇന്ന് KK കൊച്ച് നമുക്കിടയിലില്ല, പക്ഷെ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ജീവിക്കുന്നു. ദളിതൻ എന്ന പുസ്തകം ആദ്യ അവസാനം വായിച്ചാൽ അദ്ദേഹത്തിലെ സാഹിത്യകാരനെയും അദ്ദേഹത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും മാത്രമല്ല, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലും പിന്നോട്ടങ്ങ് പോയാൽ ഉണ്ണുനീലി സന്ദേശം മുതൽ ഇങ്ങ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി വിവരിക്കുന്നൊരു ഗ്രന്ഥമാണത്. അതിനർത്ഥം ആ വ്യക്തി ഒരിക്കലും തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകളെടുത്ത ഒരാളല്ല, മറിച്ച് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും കണ്ട കാര്യങ്ങൾ, തൻ്റെ സമൂഹം ഇങ്ങനെയായി തീർന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ച ഒരാൾ, അതുപോലെ തന്നെ നാളുകളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത പങ്കുവെച്ച ഒരാൾ. ആ അർത്ഥത്തിൽ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലി വളരെ ഹൃദ്യമാണ്. ഏവർക്കും എപ്പോഴും സംവേദനകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ തന്നെയും പ്രസക്തമാണ്. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു വ്യക്തിയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിയും അവരുടെ യുവത്വത്തിൽ വളരെ ഉറച്ച നിലപാടുകളെടുത്ത് മുന്നോട്ട് നീങ്ങുന്നത് പോലെ തന്നെ KK കൊച്ചും ഒരു കാലത്ത് നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിലപാടുകൾ എടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ താനെന്ന വ്യക്തിയെ മറന്ന് സമൂഹത്തിന് വേണ്ടി നിലപാടെടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ളത് പ്രത്യക്ഷ സൂചനയാണ്. തുടർന്ന് രാഷ്ട്രീയ നിലപാടുകളിൽ പ്രായോഗികമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുകയും തൻ്റേതായ നിലപാടുകളിൽ എന്നും ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള ആദരം അങ്ങേയറ്റം ബഹുമാനപൂർവ്വം ഇവിടെ സ്മരിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തക രചനയിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് നൽകിയ സന്ദേശം നിശ്ചയമായും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നമ്മളുടെ ജാതി വ്യവസ്ഥകളിൽ ജാതിയെ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെപ്പറ്റി. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പ്രത്യേക ജാതി വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കാത്ത ആളായിട്ടാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ജനിച്ച കുടുംബം ഈ പ്രദേശത്തിൻ്റെ കടുത്തുരുത്തിയിൽ മൊത്തത്തിൽ പ്രസക്തമായ ഒട്ടനവധി പ്രഗത്ഭരെ സൃഷ്ടിച്ച ഒരു കുടുംബമാണ്.
കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PU വാവയും, കടുത്തുരുത്തി അർബൻ ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന TC കുഞ്ഞിപ്പാപ്പൻ ചേട്ടനും, അതുപോലെ ഇപ്പോൾ മെമ്പറായിട്ടുള്ള PK ബിജുവും ഒക്കെ അതേ കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെയും ഉന്നത വിദ്യാഭ്യാസം നേടി വളരെ പ്രസക്തമായ നിലകളിൽ ജീവിക്കുന്നു എന്നുള്ളത് അത് അദ്ദേഹം സമൂഹത്തോട് ചെയ്ത ഗുണപരമായ കാര്യങ്ങളുടെ പ്രതിഫലനമാണെന്ന് കൂടി കണക്കാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തു തന്നെ ആയാലും കൂടുതൽ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നാളുകളിൽ അടിച്ചമർത്തപ്പെട്ടവരുടെയും മാറ്റി നിർത്തപ്പെടുന്നവരുടെയും അതല്ലെങ്കിൽ ന്യായവും നീതിയും അർഹിക്കുന്നവരുടെയും നിലനിൽപ്പിനും അവരുടെ ഉന്നതമായ നല്ല നിലയിലുള്ള ജീവിത സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.